Hello, welcome. Educational thoughts and practices in the 2025 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോയിൽ പകുതി ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ബാക്കി വരുന്ന ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനും 2 എസ്എ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 14th ക്വസ്റ്റ്യൻ മുതലാണ് ഇനി നമ്മൾ നോക്കാനുള്ളത്. Analyze the significance of vocational and technical education in fostering economic development. Vocational and technical education ഇത് മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കോമ്പണന്റ് തന്നെയാണ്. അതുപോലെ തന്നെ ദി പ്ലേ എ വെരി സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഫോസ്റ്ററിങ് എക്കണോമിക് ഡെവലപ്മെന്റ്, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെന്റ് ജനറേഷൻ. കാരണം ഇവർ ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ സ്കിൽസ്, ടെക്നിക്കൽ നോളജ് ആൻഡ് ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്ങിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ വൊക്കേഷണൽ ട്രെയിനിങ്ങിലൂടെ ആണെങ്കിലും ടെക്നിക്കൽ എഡ്യൂക്കേഷനിലൂടെ ആണെങ്കിലും നമുക്ക് സ്കിൽഡ് വർക്കേഴ്സ് ആക്കാൻ പറ്റും, ടെക്നീഷ്യൻസ് ആൻഡ് ഓൺട്രപ്രണേഴ്സ് ആക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ട്രഡീഷണൽ അക്കാദമിക് എഡ്യൂക്കേഷനിൽ നിന്നും വിച്ച് ഈസ് തിയററ്റിക്കൽ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിലും അപ്ലൈഡ് ലേണിങ്ങിലും ആൻഡ് ഇൻഡസ്ട്രി സ്പെസിഫിക് കോമ്പീറ്റൻസീസിലുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് ലേബർ മാർക്കറ്റിൽ വളരെയധികം റിലവൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഇനി വൺ ഓഫ് ദ പ്രൈമറി കോൺട്രിബ്യൂഷൻസ് ഓഫ് വൊക്കേഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് എ സ്കിൽഡ് ആൻഡ് കോമ്പീറ്റന്റ് വർക്ക് ഫോഴ്സ് ആണ്. അത് അവരെന്താണ് ആ ഒരു വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി ആൻഡ് എക്കണോമിക് കോമ്പറ്റേറ്റീവ്നെസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വളരെയധികം എസെൻഷ്യൽ ആണ്. അപ്പോൾ എഡ്യൂക്കേഷനും എംപ്ലോയ്മെന്റും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അത് ബ്രിഡ്ജ് ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ്, അണ്ടർ എംപ്ലോയ്മെന്റ് ഇതുപോലുള്ള ഇഷ്യൂസിനെയും ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഇൻഡിവിജ്വൽസിന് ഏത് ഇൻഡസ്ട്രിയിലേക്കാണ് അവർ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള സ്കിൽസ് കിട്ടുന്നുണ്ട്. മഹാത്മാഗാന്ധി ഫാദർ ഓഫ് ദ നേഷൻ പറഞ്ഞ പോലെ, അദ്ദേഹത്തിന് കോൺസെപ്റ്റ് ഓഫ് നൈ തലീമിലൂടെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് വർക്കും സ്കിൽ ഡെവലപ്മെന്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് ഇൻ നാഷണൽ ബിൽഡിങ്ങിലാണ് അത് കാണിക്കുന്നത്, നേഷൻ ബിൽഡിങ്ങിൽ. സോ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓൺട്രപ്രണർഷിപ്പിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, സെൽഫ് എംപ്ലോയ്മെന്റിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇങ്ങനെ ഇനാബിൾഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് അവരുടെ സ്വന്തമായിട്ടുള്ള ലൈവ്ലിഹുഡ്, സ്വന്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുക്കാനും അതുപോലെ തന്നെ എക്കണോമിക് സെൽഫ് റിലയൻസിനും ഇന്നോവേഷനും വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഇത് ഒരു വൈറ്റൽ റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട് ടു ദ ഗ്രോത്ത് ഓഫ് കീ ഫാക്ടേഴ്സ് സച്ച് ആസ് മാനുഫാക്ചറിങ്, അഗ്രികൾച്ചർ, കൺസ്ട്രക്ഷൻ, ഹെൽത്ത് കെയർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ദർബൈ സപ്പോർട്ടിംഗ് ദ ഓവറോൾ നാഷണൽ ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ഗ്രോത്തിലേക്ക് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം യൂത്ത്, വുമൺ ആൻഡ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ഇവർക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പോവേർട്ടി റിഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇൻകം ഇൻഇക്വാലിറ്റി റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു ഗ്ലോബലൈസേഷനെയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെയും ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഒരു വർക്ക് ഫോഴ്സ് ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുകയും ഒരു അഡാപ്റ്റബിൾ ആൻഡ് ഫ്യൂച്ചർ റെഡി ആയി മാറുകയും ചെയ്യുന്നത്. സോ നേരത്തെ ആൽഫിൻ ടോഫ്ലർ പറഞ്ഞ പോലെ ദ ഇലിറ്ററേറ്റ് ഓഫ് ദ 21st century will not be those who cannot read and write, but those who cannot learn, unlearn or relearn. സോ ആ ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടിന്യൂസ് സ്കിൽ ഡെവലപ്മെന്റ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗവൺമെന്റ്സ് വേൾഡ് വൈഡ് ആർ ഇൻക്രീസ്ലി ഫോക്കസിങ് ഓൺ സ്കിൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ്. അതുകൊണ്ട് തന്നെ ലോകത്താകമാനമുള്ള എല്ലാ ഗവൺമെന്റും ഈ സ്കിൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സിലും പോളിസീസിലുമാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം ആ എംപ്ലോയബിലിറ്റിയെയും എക്കണോമിക് ഗ്രോത്തിനെയും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വൊക്കേഷണൽ എഡ്യൂക്കേഷന് ഒരു കീ ഡ്രൈവർ ഓഫ് എക്കണോമിക് പ്രോഗ്രസ് തന്നെയാണ്. കാരണം അത് എംപ്ലോയ്മെന്റ് ജനറേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇന്നോവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ഇതിലേക്ക് എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞതെല്ലാം തന്നെ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത എലമെന്റ്സ് ഓഫ് മോഡേൺ ആൻഡ് ഡൈനാമിക് എക്കണോമിയാണ്, ഇൻഡിസ്പെൻസിബിൾ എലമെന്റ് ഓഫ് മോഡേൺ ആൻഡ് ഡൈനാമിക് എക്കണോമി. ഇനി 15th question, propose some strategies for incorporating democratic principles into the curriculum and classroom environment. അതായത് ക്ലാസ് റൂം എൻവയോൺമെന്റിലേക്കും കറിക്കുലത്തിലേക്കും നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസിനെ പ്രപ്പോസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻകോർപ്പറേറ്റിംഗ്, അതായത് ഈ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിനെ കരിക്കുലത്തിലേക്കും ക്ലാസ് റൂം എൻവയോൺമെന്റിലേക്കും കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആണ്. കാരണം അതിലൂടെ മാത്രമാണ് നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, ആക്റ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഇൻഫോംഡ് ആയിട്ടുള്ള സിറ്റിസൺസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡെമോക്രസി ഇൻ എഡ്യൂക്കേഷൻ എംഫസൈസ് ചെയ്യുന്നത് ഇക്വാലിറ്റി, പാർട്ടിസിപ്പേഷൻ, ഫ്രീഡം,
റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി ആൻഡ് ഷെയർഡ് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെയാണ്. ഇപ്പോൾ ജോൺ ഡുവി who was a leading advocate of the democratic education ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, democracy has to be born anew every generation and education is its midwife എന്ന് പറഞ്ഞു. ഡെമോക്രസി ഓരോ ജനറേഷന്റെ കൂടെയും പുതിയതായി പിറവിയെടുക്കേണ്ട ഒന്നാണ്. അപ്പൊ അതിന്റെ മിഡ് വൈഫ്, അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് എത്രത്തോളം എഡ്യൂക്കേഷന് ഈ ഡെമോക്രാറ്റിക് വാല്യൂ സസ്റ്റെയിൻ ചെയ്യുന്നതിൽ ഒരു റോൾ ഉണ്ട്. അപ്പൊ ഇതിനു വേണ്ടി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ കീ സ്ട്രാറ്റജീസ് ആണ് ലേണർ സെന്റേഡ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച്. ഇവിടെ സ്റ്റുഡൻസിനെ നമ്മൾ ആക്റ്റീവ്ലി ആ ഒരു ലേണിംഗ് പ്രോസസ്സിൽ എൻഗേജ്ഡ് ആവാൻ വേണ്ടി എൻകറേജ് ചെയ്യാണ്. അപ്പോൾ ടീച്ചേഴ്സ് ഇവിടെ എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്? ഡിസ്കഷൻ, ഡിബേറ്റ്, ഗ്രൂപ്പ് വർക്ക് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ്, ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് അവരുടെ ഒപ്പീനിയൻസ് ഫ്രീ ആയിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ഡെമോക്രാറ്റിക് ആയിട്ട് ഒരു ക്ലാസ് റൂം ക്ലൈമറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അവിടെ സ്റ്റുഡൻസ് they will feel respected, valued and heard, which is essential for fostering mutual respect and equality. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിയാണ് ഈ ഡെമോക്രാറ്റിക് വാല്യൂസ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷനൊക്കെ കരിക്കുലത്തിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ജസ്റ്റിസ്, ഇക്വാലിറ്റി, ഫ്രീഡം, ഡൈവേഴ്സിറ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം പല സബ്ജക്ട്സിലേക്കും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ടീച്ചേഴ്സിന് റിയൽ ലൈഫ് എക്സാമ്പിൾസ് യൂസ് ചെയ്യാം, കേസ് സ്റ്റഡീസ് യൂസ് ചെയ്യാം, പ്രോജക്ട് ബേസ്ഡ് ലേണിംഗ് യൂസ് ചെയ്യാം. അത് സ്റ്റുഡൻസിന് ഈ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ സ്റ്റുഡൻറ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് നമുക്ക് എൻകറേജ് ചെയ്യാം, സച്ച് ആസ് ക്ലാസ് റൂം റൂൾസ്, ആക്ടിവിറ്റീസ് ആൻഡ് അസസ്മെന്റ്. അതുപോലെ തന്നെ ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ സ്കൂൾസ് ഫർദർ എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ, സ്റ്റുഡൻറ് കൗൺസിൽസ് ഇംപ്ലിമെന്റ് ചെയ്യാം, സ്കൂൾ പാർലമെന്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യാം, ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യാം, പ്രൊവൈഡിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ സ്റ്റുഡൻസ് ടു പ്രാക്ടീസ് ഡെമോക്രാറ്റിക് പ്രോസസ്സസ് ലൈക്ക് വോട്ടിംഗ്, റെപ്രസെന്റേഷൻ, കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ കൊണ്ടുവരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രാക്ടീസസ് എന്ന് എൻഷുർ ചെയ്യും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സ്റ്റുഡൻസിന് റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, കാസ്റ്റ് ഓർ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ടീച്ചേഴ്സിനും റോൾ മോഡൽസ് ഓഫ് ഡെമോക്രാറ്റിക് ബിഹേവിയർ ആയിട്ട് വർക്ക് ചെയ്യാം. ഫെയർനെസ്, ഓപ്പൺനെസ്, ടോളറൻസ്, അതായത് നീതിപൂർവമായിട്ടുള്ള, ടോളറൻസ്ഡ് ആയിട്ടുള്ള, റെസ്പെക്ട് ഫോർ ഡൈവേഴ്സ് വ്യൂ പോയിന്റ്സ് അവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ മെത്തേഡ്സ്, ഫീഡ്ബാക്ക്, റിഫ്ലക്ഷൻ ആൻഡ് സെൽഫ് അസസ്മെന്റിനെ ഒക്കെ എൻകറേജ് ചെയ്യും. ഡെമോക്രാറ്റിക് ലേണിംഗ് എൻവയോൺമെന്റ്സിനെ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ ഡെമോക്രാറ്റിക് വാല്യൂസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് കരിക്കുലത്തിലാണെങ്കിലും ക്ലാസ് റൂം പ്രാക്ടീസസിലാണെങ്കിലും എഡ്യൂക്കേഷനെ എന്ത് നർച്ചർ ചെയ്യാൻ പറ്റും? ആക്റ്റീവ്, റെസ്പോൺസിബിൾ ആൻഡ് സോഷ്യലി കോൺഷ്യസ് സിറ്റിസൺസിനെ നർച്ചർ ചെയ്യാൻ പറ്റും. അത് ഫൗണ്ടേഷൻസ് ഓഫ് എ ഡെമോക്രാറ്റിക് സൊസൈറ്റിയെ സ്ട്രെങ്തൻ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലോർ ദ മോഡേൺ ട്രെൻഡ്സ് ഇൻ കരിക്കുലം ഡെവലപ്മെന്റ്. മോഡേൺ കരിക്കുലം ഡെവലപ്മെന്റ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ തന്നെ കടന്നു പോയിട്ടുണ്ട്. ആസ് എ റെസ്പോൺസ് ടു ദ ഡിമാൻഡ്സ് ഓഫ് എ റാപ്പിഡ്ലി ചേഞ്ചിങ്, ഗ്ലോബലൈസ്ഡ് ആൻഡ് നോളജ് ബേസ്ഡ് സൊസൈറ്റി. ഇപ്പോൾ ട്രഡീഷണൽ കരിക്കുലത്തിൽ നോക്കുകയാണെങ്കിൽ അത് പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നത് റോട്ട് ലേണിങ്ങിലും കണ്ടന്റ് ട്രാൻസ്മിഷനിലുമാണ്. ഇപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടെ ഡൈനാമിക്, ഫ്ലെക്സിബിൾ ആൻഡ് ലേണർ സെൻറ്റേഡ് അപ്രോച്ചസ് ആണ്. ഈ ഒരു ട്രെൻഡ് 21st സെഞ്ച്വറി സ്കിൽസിനെ, ലേണേഴ്സിനെ പലതിനും പ്രാപ്തരാക്കുന്നുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്, ക്രിയേറ്റിവിറ്റി, കൊളാബറേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്തിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, കോമ്പിറ്റൻസി ബേസ്ഡ് ആയിട്ടുള്ള, ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള കരിക്കുലത്തിന് ഉള്ള ഒരു ഷിഫ്റ്റ്. അവിടെ ഫോക്കസ് എന്തിലാണ്? സ്കിൽസിലും കോമ്പിറ്റൻസസിലും ഒക്കെയാണ്. ഇത് ലേണറിന് കിട്ടുന്ന സ്കിൽസിലും കോമ്പിറ്റൻസീസിലുമാണ്, റാദർ ദാൻ കംപ്ലീറ്റിംഗ് ദ കണ്ടന്റ്. ഈ ഒരു അപ്രോച്ച് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, റിയൽ വേൾഡ് റെലവൻസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് അസസ്മെന്റിനെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന പല തിങ്കേഴ്സും ഉണ്ട്. ജോൺ ഡുവി അദ്ദേഹത്തിന്റെ മോഡേൺ കരിക്കുലൊക്കെ എംഫസൈസ് ചെയ്യുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗിലും അതുപോലെ തന്നെ ലേണിംഗ് ബൈ ഡൂയിങ്ങിലുമാണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ട്രെൻഡാണ് ഇന്റഗ്രേഷൻ ഓഫ് ICT, അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഡിജിറ്റൽ ടൂൾസ്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, ലേണിംഗ്, ബ്ലെൻഡഡ് ലേണിംഗ്, ഇതെല്ലാം എഡ്യൂക്കേഷനെ കുറച്ചും കൂടി ആക്സസിബിൾ ആക്കിയിട്ടുണ്ട്, ഫ്ലെക്സിബിൾ ആക്കിയിട്ടുണ്ട്, ഇൻട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. സോ ദ കരിക്കുലം നൗ ഇൻക്ലൂഡ്സ് ഡിജിറ്റൽ ലിറ്ററസി, media literacy and technological skills that are very essential in the modern world. മോഡേൺ കരിക്കുലം ഡെവലപ്മെന്റ് എംഫസൈസ് ചെയ്യുന്നത് എന്തിലാണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. എല്ലാ ലേണേഴ്സിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം എന്നത് എൻഷുർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലേണേഴ്സ് എന്ന് പറയുന്നത് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും. ചിലപ്പോൾ അതിൽ സ്പെഷ്യൽ നീഡ്സ് ഉള്ള ആളുകൾ ഉണ്ടാവാം, മാർഷലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പം അതിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് മോഡേൺ കരിക്കുലം. മൾട്ടി കൾച്ചറൽ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ജെൻഡർ സെൻസിറ്റിവിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റിയും അത്
പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വാല്യൂസ് ഓഫ് എ ഗ്ലോബൽ സൊസൈറ്റി അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അഡീഷണലി ഇന്റർഡിസിപ്ലിനറി ആൻഡ് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ഉണ്ട്. അവിടെ സബ്ജക്ട്സ് കണക്റ്റഡ് ആണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അത് മാത്രമായിട്ടല്ല പഠിപ്പിക്കുന്നത്, പലപ്പോഴും സബ്ജക്ട്സ് കണക്റ്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നോളേജ് കിട്ടും. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ, ലൈഫ് സ്കിൽസ്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കരിക്കുലത്തിലേക്ക്. അപ്പോൾ അത് റിയൽ ലൈഫ് ചലഞ്ചസിനെയും സോഷ്യൽ നീഡ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു കോട്ടിനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുക ആവശ്യം അനുസരിച്ച്. സോ മോഡേൺ കരിക്കുലം ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത് ഫ്ലെക്സിബിൾ, ഇൻക്ലൂസീവ്, സ്കിൽ ഓറിയന്റഡ് ആൻഡ് ഫ്യൂച്ചർ റെഡി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ്. ഇവിടെ ലേണേഴ്സിനെ നമ്മൾ എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, വളരെ കോംപ്ലക്സ് ആൻഡ് എവർ ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു വേൾഡിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ത്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് 17 and 18. 17th question, examine the barriers to equality and equity in the Indian education system in terms of access, quality and outcomes. സോ ഇക്വാലിറ്റിക്കും ഇക്വിറ്റിക്കും, ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, തുല്യത, സമത്വം. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നീതി, ജസ്റ്റിസ്, ഫെയർനെസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇക്വാലിറ്റിക്കും ഇക്വിറ്റിക്കും എന്തൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ ബാരിയേഴ്സ് ആണ് ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ളത് ഇൻ ടേംസ് ഓഫ് ആക്സസ്, ക്വാളിറ്റി ആൻഡ് ഔട്ട്കംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എഡ്യൂക്കേഷനെ നമ്മളൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആൻഡ് കീ ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോർ അച്ചീവിങ് ഇക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ്. ഇപ്പൊ ഇന്ത്യയിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഉണ്ട് 2009. അതെന്ത് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് അല്ലെങ്കിൽ ഏജ് 16 to 14 years. അപ്പോൾ ഈ പോളിസിയുടെ ഒരു എഫേർട്ടും അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള എൻറോൾമെന്റ് റേറ്റ്സ് ഉണ്ടെങ്കിലും ഇപ്പോഴും ഇക്വാലിറ്റിക്കും ഇക്വിറ്റിക്കും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബാരിയേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആസസ്, ക്വാളിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ ഔട്ട്കംസിന്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ചലഞ്ചസ് ഡീപ്ലി എംബഡഡ് ആണ് നമ്മുടെ നിലവിലുള്ള സോഷ്യോ എക്കണോമിക് ഇൻഇക്വാലിറ്റീസിലും കൾച്ചറൽ ഹൈറാർക്കീസിലും അതുപോലെ തന്നെ സിസ്റ്റമിക് ഇൻഎഫിഷ്യൻസീസിലും. ഇപ്പോൾ ഡോക്ടർ B.R. അംബേദ്കർ, ഹു ഈസ് ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൾട്ടിവേഷൻ ഓഫ് മൈൻഡ് ഷുഡ് ബി ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. മനുഷ്യ മനസ്സിന്റെ കൾട്ടിവേഷൻ, അതിന്റെ യഥാർത്ഥത്തിലുള്ള ഉണർവ് അല്ലെങ്കിൽ അതിന്റെ വളർച്ച, അതായിരിക്കണം ഹ്യൂമൻ എക്സിസ്റ്റൻസിന്റെ അന്തിമമായിട്ടുള്ള എയിം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ എഡ്യൂക്കേഷന്റെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പവർ എൻഷുറിങ് ഇക്വാലിറ്റിയെ കുറിച്ച് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക്കൽ ബാരിയേഴ്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അൺഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ ആണ്. എല്ലാവർക്കും ഒരേ രീതിയിൽ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അപ്പൊ എൻറോൾമെന്റ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. പലതരത്തിലുള്ള ഡിസ്പാരിറ്റീസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് പോവർട്ടി കൊണ്ടാവാം, കാസ്റ്റ് ആവാം, ജെൻഡർ ആവാം, ഡിസേബിലിറ്റി ആവാം, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആവും. നാഷണൽ സർവേ പ്രകാരം ഇപ്പൊ റൂറൽ ആൻഡ് ട്രൈബൽ ഏരിയാസിലുള്ള കുട്ടികൾ പല ചലഞ്ചസും കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അവർക്ക് സ്കൂളുകളില്ല, ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരുന്നു, ഇൻഅഡ്വക്കേറ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ടീച്ചർമാരുടെ കുറവ്. അപ്പോൾ എക്കണോമിക് കൺസ്ട്രെയിൻസും പല കുട്ടികളെയും, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് നിന്നുള്ള പല കുട്ടികളെയും ചൈൽഡ് ലേബറിലേക്ക് ഇപ്പോഴും തള്ളിവിടുന്നുണ്ട്. അത് പലപ്പോഴും ഡ്രോപ്പ് ഔട്ട്സിലും ഇറഗുലർ അറ്റൻഡൻസിലും വരുന്നുണ്ട്. പിന്നെ ജെൻഡർ ഡിസ്പാരിറ്റി വീണ്ടും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാരണമാണ്. ഇപ്പോൾ ഗേൾസിന് പല ബാരിയേഴ്സും ഫേസ് ചെയ്യേണ്ടി വരും. ഏർലി മാരേജ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ സേഫ്റ്റി കൺസേൺ. അപ്പോൾ അമർത്യ സെൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ അസസ് ചെയ്യേണ്ടത് ഇൻ ടേംസ് ഓഫ് കാപ്പബിലിറ്റീസ് ആൻഡ് ഫ്രീഡം ആണ്. ആൻഡ് അൺഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ റെസ്ട്രിക്ട്സ് ഇൻഡിവിജ്വൽസ് അബിലിറ്റി ടു ലീഡ് എ മീനിങ് ഫുൾ ലൈഫ്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരേ തരത്തിൽ എഡ്യൂക്കേഷനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. മറ്റൊരു മേജർ ഇഷ്യൂ ആണ് ഇൻഇക്വാലിറ്റി ഇൻ ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പലപ്പോഴും അതിൻ്റെ ഒരു ഡുവൽ സ്ട്രക്ചറിന്റെ പേരിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എലീറ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ വിത്ത് മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ, ട്രെയിൻഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിജിറ്റൽ റിസോഴ്സസ് കൊടുക്കുമ്പോൾ ഗവൺമെന്റ് സ്കൂൾസ് സ്ട്രഗിൾ ചെയ്യാണ്. അവരുടെ ഫെസിലിറ്റീസ് വളരെ മോശമാണ്, ഓവർ ക്രൗഡഡ് ക്ലാസ് റൂംസ് ആണ്, ലാക്ക് ഓഫ് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഉണ്ട്, അണ്ടർ ട്രെയിൻഡ് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ റിപ്പോർട്ട്സ് ലൈക്ക് ASER ആനുവൽ സ്റ്റേറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് പ്രകാരം ഒരു ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് സ്റ്റുഡൻസും എലിമെന്ററി സ്കൂൾസിന് ബേസിക് റീഡിംഗ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് സ്കെയിൽസ് അറിയില്ല. അത് ആ പുവർ ലേണിംഗ് ക്വാളിറ്റി ആണ് കാണിക്കുന്നത്. സോ വി ആർ
പോറ്റുവ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ എഡ്യൂക്കേഷൻ സിസ്റ്റം റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്തിന് സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് ത്രൂ കൾച്ചറൽ ക്യാപിറ്റൽ. അപ്പോൾ പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ളവർക്ക് നല്ല ലാംഗ്വേജ്, നല്ല എക്സ്പോഷർ, നല്ല കോൺഫിഡൻസ് ഒക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുമ്പോൾ പെർസിസ്റ്റൻസ് ഓഫ് റോട്ട് ലേണിംഗ്, എക്സ്ട്രാം ഓറിയന്റഡ് ടീച്ചിങ്, ലാക്ക് ഓഫ് ക്രിട്ടിക്കൽ പെഡഗോജി പലപ്പോഴും അനാലിറ്റിക്കൽ ആൻഡ് ക്രിയേറ്റീവ് എബിലിറ്റീസിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ വാൺ ചെയ്ത പോലെ ഡോണ്ട് ലിമിറ്റ് എ ചൈൽഡ് ടു യുവർ ഓൺ ലേണിംഗ് ഫോർ ഹി വാസ് ബോൺ ഇൻ അനദർ ടൈം. നിങ്ങൾ എന്താണോ പഠിച്ചത് അത് വെച്ചിട്ട് ആ കുട്ടിയെ ലിമിറ്റ് ചെയ്തത്, കാരണം മറ്റൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. സോ ഒരു പ്രോഗ്രസീവ് ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അനദർ സിഗ്നിഫിക്കൻറ്റ് ബാരിയർ എന്നുള്ളത് എഡ്യൂക്കേഷണൽ ഔട്ട്കംസിലുള്ള വ്യത്യാസങ്ങളാണ്. ഇപ്പോൾ ആക്സസ് നമ്മൾ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കിയാലും മാർജിനലൈസ്ഡ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള ആളുകൾക്ക് ലോവർ അക്കാദമിക് അച്ചീവ്മെന്റ് ആയിരിക്കും അവർ എക്സിബിറ്റ് ചെയ്യുന്നത്. അവരുടെ ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ടുള്ള ഹയർ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് വരുന്നത്. അതുപോലെ തന്നെ ലിമിറ്റഡ് പ്രോഗ്രഷനും ഹയർ എഡ്യൂക്കേഷനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും മാൽ ന്യൂട്രീഷൻ, ലാക്ക് ഓഫ് പാരന്റൽ സപ്പോർട്ട്, ഭാഷയുടെ പ്രശ്നം, സോഷ്യോ എക്കണോമിക് പ്രഷേഴ്സ് ഒക്കെ അവരെ നെഗറ്റീവ്ലി ബാധിക്കുന്നുണ്ട്. അപ്പോൾ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ഇൻക്ലൂഡിങ് ഷെഡ്യൂൾഡ് കാസ്റ്റിനാണെങ്കിലും ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലെങ്കിൽ മറ്റ് മൈനോറിറ്റീസ് ആണെങ്കിലും അവർക്ക് വളരെ അധികം അവരുടെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം കുറവാണ്. ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിലും സ്കിൽഡ് എംപ്ലോയ്മെന്റ് സെക്ടേഴ്സിലാണെങ്കിലും. അപ്പോൾ ആ സൈക്കിൾ ഓഫ് പോവർട്ടിയും സോഷ്യൽ എക്സ്ക്ലൂഷനും എന്താണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് ഡിജിറ്റൽ ഡിവൈഡ് ഒരു പുതിയൊരു സിഗ്നിഫിക്കൻറ്റ് ബാരിയർ ആയിട്ട് എഡ്യൂക്കേഷൻ എക്വിറ്റിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ COVID-19 പാൻഡമിക് ആ ഒരു ഡിസ്പാരിറ്റീസ് നമുക്ക് എക്സ്പോസ് ചെയ്ത് കാണിച്ചു തന്നതാണ് ഓൺലൈൻ ലേണിങ്ങിലുള്ള. ഇപ്പോൾ സ്റ്റുഡൻസ് ഡിസ്അഡ്വാൻറ്റേജ്ഡ് ബാക്ക്ഗ്രൗണ്ട്സിൽ വരുന്ന കുട്ടികൾക്ക് സ്മാർട്ട് ഡിവൈസസ് ഉണ്ടാവില്ല, ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാവില്ല, ഡിജിറ്റൽ ലിറ്ററസി ഉണ്ടാവില്ല. അത് ആ ഗ്യാപ്പിനെ കൂടുതലായിട്ട് വൈഡൻ ചെയ്ത് അല്ലെങ്കിൽ വലുതാക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും എഡ്യൂക്കേഷൻ ഇപ്പോഴും ഒരു പവർഫുൾ മീൻസ് ആണ് സോഷ്യൽ മൊബിലിറ്റിയും ഇക്വാലിറ്റിയും പ്രൊമോട്ട് ചെയ്യാൻ. ഇപ്പോൾ ഗവൺമെന്റിന്റെ പല ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്, ലൈക്ക് മിഡ് ഡേ മീൽ സ്കീംസ്, സ്കോളർഷിപ്സ്, റിസർവേഷൻ പോളിസീസ്, സമഗ്ര ശിക്ഷ ആൻഡ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020. ഇതെല്ലാം ഈ ആക്സസും ക്വാളിറ്റിയും ഇൻക്ലൂസിവിറ്റിയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇന്ത്യ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോഗ്രസ് ഈ എഡ്യൂക്കേഷണൽ ആക്സസ് എക്സ്പാൻഡ് ചെയ്യുന്നതിൽ കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ബാരിയേഴ്സ് ഇൻ അച്ചീവിങ് ട്രൂ ഇക്വാലിറ്റി ആൻഡ് ഇക്വിറ്റി ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് റീഫോമും ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസും, അതായത് ഈക്വലായിട്ട് റിസോഴ്സസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ഡിജിറ്റൽ ഇൻക്ലൂഷൻ നടക്കുകയും ഇൻക്ലൂസീവ് പോളിസീസ് ഒക്കെ വരികയും ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിനെ മൊത്തത്തിൽ മറികടക്കാനായിട്ട് പറ്റുള്ളൂ. അതുമാത്രമല്ല ഈക്വൽ ആക്സസ് എൻഷുർ ചെയ്യുക, ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യുക, ഇക്വിറ്റബിൾ ഔട്ട്കംസ് എൻഷുർ ചെയ്യുക, ഒരു ടൂൾ ഫോർ എംപവർമെന്റ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സസ്റ്റൈനബിൾ നാഷണൽ ഡെവലപ്മെന്റ് ഒക്കെ ആക്കിയിട്ട് എഡ്യൂക്കേഷനെ മാറ്റാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്കസ് ദ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് പ്രൊപ്പോസ്ഡ് ബൈ NPE 1986 റിഗാർഡിംഗ് ദ സ്കൂൾ എഡ്യൂക്കേഷൻ കരിക്കുലം. സോ ദ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 NPE 1986 ഒരു ലാൻഡ്മാർക്ക് റിഫോം തന്നെയാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. കാരണം സ്കൂൾ എഡ്യൂക്കേഷനെ മോഡേണൈസ് ചെയ്യാനും റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൻ്റെ എയിം, വിത്ത് ദ ഗോൾസ് ഓഫ് നാഷണൽ ഇൻ്റഗ്രേഷൻ, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പല സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസും ഇൻ ദ സ്കൂൾ കരിക്കുലത്തിൽ. എഡ്യൂക്കേഷനെ കൂടുതൽ റിലവൻ്റ് ആക്കുക, ഇൻക്ലൂസീവ് ആക്കുക, വാല്യൂ ഓറിയൻറ്റഡ് ആക്കുക, സ്കിൽ ബേസ്ഡ് ആക്കുക. ഈ പോളിസി പല ചാലഞ്ചസും ഉണ്ട് അല്ലെ, ഇൻഇക്വാലിറ്റി, ലിറ്ററസി ആൻഡ് ഔട്ട്ഡേറ്റഡ് കരിക്കുലമായി ബന്ധപ്പെട്ട് ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് എന്നതിനും കൂടി വേണ്ടിയായിരുന്നു. അപ്പോൾ ലേണേഴ്സിന് എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? ഈ മോഡേൺ ആൻഡ് ഡെമോക്രാറ്റിക് സൊസൈറ്റിയുടെ ഡിമാൻഡ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് NPE 1986 എന്ന് പറയുന്നതാണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF. അപ്പോൾ ഒരു കോമൺ കോ കരിക്കുലം അക്രോസ് കൺട്രി ഉണ്ടെന്നുള്ളത് അത് ഉറപ്പാക്കുന്നു. ഈ കോമൺ കോറിൽ ഇൻക്ലൂഡ് ചെയ്ത എലമെന്റ്സ് ആണ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻസ്, നാഷണൽ ഐഡന്റിറ്റി, സെക്യുലറിസം, ഇക്വാലിറ്റി ആൻഡ് സയന്റിഫിക് ടെമ്പർ. The aim was to promote national integration and unity in diversity. അപ്പോൾ ഇത് എന്തിനെ അലൗ ചെയ്തിരുന്നു? ഫ്ലെക്സിബിലിറ്റി ഫോർ റീജിയണൽ ആൻഡ് ലോക്കൽ കണ്ടന്റിനും അലൗ ചെയ്തിരുന്നു. ജവഹർലാൽ നെഹ്റു എംഫസൈസ് ചെയ്ത പോലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഈസ് ഇന്ത്യസ് സ്ട്രെങ്ത്. അത് ആൻഡ് ദ കരിക്കുലം റീഫോംസ് റിഫ്ലക്റ്റഡ് ദിസ് വിഷൻ.
ഇനി മറ്റൊരു മേജർ റീഫോം എന്ന് പറയുന്നത് വാല്യൂ എഡ്യൂക്കേഷനുള്ള ഫോക്കസ് ആയിരുന്നു. ഈ പോളിസി ഹൈലൈറ്റ് ചെയ്തത് മോറൽ, എത്തിക്കൽ ആൻഡ് സോഷ്യൽ വാല്യൂസിനെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതും കൂടിയാണ്. അതായത് ട്രൂത്ത്, നോൺ വയലൻസ്, കോപ്പറേഷൻ, ടോളറൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് മാത്രമല്ല, പക്ഷേ ക്യാരക്ടർ ആൻഡ് റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പിനെ ബിൽഡ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ്. ഈ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ക്യാരക്ടർ ബിൽഡിംഗ് ആൻഡ് മോറൽ എഡ്യൂക്കേഷനും ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഇനി NEP 1986 മറ്റൊരു സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ചൈൽഡ് സെൻറ്റേർഡ് ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ്. ഇവിടെ ആ ബേർഡൻ ഓഫ് റോട്ട് ലേണിംഗ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ പോളിസിനെ എന്തിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്? ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആൻഡ് ജോയ്ഫുൾ ലേണിങ്ങിനെയൊക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി അറ്റ് ദ പ്രൈമറി ലെവൽ. അതുപോലെ തന്നെ ഈ അപ്രോച്ച് ഫിലോസഫി ഓഫ് ജോൺ ഡെവിയെയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, who advocated learning by doing an experiential education. ഇനി അനദർ കീ ചേഞ്ച് ആണ് ഫോക്കസ് ഓൺ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെന്ററി എഡ്യൂക്കേഷൻ, UEE. ഇതിൽ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ അപ് ടു എ സർട്ടൻ ഏജ് കൊടുക്കണം എന്നുള്ള തീരുമാനം വന്നിട്ടുണ്ട്. സ്പെഷ്യൽ അറ്റൻഷൻ എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, മൈനോറിറ്റീസ് ആൻഡ് അതർ ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സിനും കൊടുത്തിട്ടുണ്ട്. പ്രൊമോട്ടിംഗ് ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂസീവ്നെസ് ഇൻ ദ കരിക്കുലം. പോളിസി സപ്പോർട്ട് സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, സച്ച് ആസ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, അഡൾട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പൺ സ്കൂളിംഗ്. അപ്പോൾ ഈ ഫോർമൽ സ്കൂൾ സിസ്റ്റത്തിന് പുറത്തുള്ളവരിലേക്കും എഡ്യൂക്കേഷൻ എത്താനുള്ള സാധ്യത ഇത് തുറന്നിടുന്നുണ്ട്. ഈ കരിക്കുലം The curriculum reforms also emphasize the integration of science and technology education. ഇപ്പോൾ സയന്റിഫിക് ടെമ്പറിനെയും റാഷണൽ തിങ്കിങ് എമംഗ് സ്റ്റുഡൻസിനെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെയും എക്കോളജിക്കൽ അവയർനെസ്സും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റി. പോളിസി സ്ട്രെസ് ചെയ്ത മറ്റൊരു കാര്യം വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആണ്. ഇപ്പോൾ എഡ്യൂക്കേഷനെ പ്രൊഡക്ടിവിറ്റിയും എംപ്ലോയബിലിറ്റിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഐഡിയൽസുമായി ചേർന്നിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ലാംഗ്വേജ് പോളിസിയും അനദർ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. 3 ലാംഗ്വേജ് ഫോർമുല ഇത് റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ഓഫ് എ റീജിയണൽ ലാംഗ്വേജ്, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷനും ലിംഗ്വിസ്റ്റിക് ഹാർമണിയും അവിടെ ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ ഡെവലപ്മെന്റ് ഓഫ് മദർ ടങ് ബേസ്ഡ് എഡ്യൂക്കേഷൻ at the primary level for understanding and cognitive development. ഈ പോളിസി ടീച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റിനെയും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സ് ആണ് എന്ത് കീ ഏജൻസ് ഓഫ് കരിക്കുലം ഇംപ്ലിമെന്റേഷൻ അല്ലേ. അപ്പോൾ അത് എന്ത് സ്ട്രെസ് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ് ട്രെയിനിങ് വേണം, ഇംപ്രൂവ്ഡ് ടീച്ചിങ് മെത്തേഡ്സ് വേണം, ആൻഡ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ് വേണം ടു എഫക്റ്റീവ്ലി ഡെലിവർ ദി റിഫോംഡ് കരിക്കുലം എന്ന് പറയുന്നുണ്ട്. NEP 1986 പല പ്രോഗ്രാംസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, അത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ്, ബേസിക് ഫെസിലിറ്റീസ് ഇൻ പ്രൈമറി സ്കൂൾസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ടെക്നോളജി, മീഡിയ ആൻഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ഇതിനൊക്കെ എൻഹാൻസ് ചെയ്യണം എന്നുള്ളത് ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ഈസ് ദ മിൽക്ക് ഓഫ് എ ടൈഗ്രസ്, ഹൂവർ ഡ്രിങ്ക്സ് ഇറ്റ് ബിക്കംസ് എ ലയൺ. സോ ആ എംപവറിങ് ദ നേച്ചർ ഓഫ് എഡ്യൂക്കേഷനെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ റീഫോംസ് എല്ലാം തന്നെ എഡ്യൂക്കേഷനെ കൂടുതൽ എക്വിറ്റബിൾ ആക്കാനും ഡൈനാമിക് ആക്കാനും അതുപോലെ തന്നെ എംപവറിംഗ് ആക്കാനും വേണ്ടിയിട്ടാണ്. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986 വളരെ സിഗ്നിഫിക്കൻ്റ് ആൻഡ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ചേഞ്ചസ് സ്കൂൾ കരിക്കുലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, വിച്ച് ഫോക്കസസ് ഓൺ നാഷണൽ ഇൻ്റഗ്രേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ, ഇൻക്ലൂസിവിറ്റി, സയന്റിഫിക് ടെമ്പർ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. ഇത് മാർക്ക് ചെയ്തത് എന്താണ്? ഒരു ഷിഫ്റ്റ് ഫ്രം റോട്ട് ലേണിംഗ് ടു ഹോളിസ്റ്റിക് ആൻഡ് ലേണർ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ. It laid the foundation for future educational reforms in India. ഇതിൽ ഒരുപാട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ അല്ലെങ്കിൽ അതിൻ്റെ എവല്യൂഷനിൽ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. കാരണം ഇറ്റ് പ്രൊവൈഡഡ് എ വിഷൻ ഓഫ് ആൻ എഡ്യൂക്കേറ്റഡ്, ഇക്വിറ്റബിൾ ആൻഡ് പ്രോഗ്രസീവ് സൊസൈറ്റി. താങ്ക് യു.